സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഇക്വേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ബേസ് ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ നോക്കിയാലോ? അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെന്തൊക്കെ ഉണ്ടാവാം? പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇങ്ങനത്തെ സിമ്പിൾസ് ഉണ്ടാവാം. പിന്നെന്താ, നമ്പേഴ്സ് ഉണ്ടാവാം. അതുപോലെ ചില സമയത്ത് ആൽഫബറ്റ്സ് ഉണ്ടാവാം. ഇക്വേഷനിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ്? ഈക്വൽ ടു ആണ്. ഒരു ഇക്വേഷൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 2 + 3 = 5. ഇതിന് നമുക്ക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? പറയാം. എന്താ? നമ്പേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, മെയിനായിട്ട് നമ്മുടെ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒരു ഇക്വേഷനാണ്. ഇനി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് പഠിക്കണം. അതിനു മുന്നേ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ സിമ്പിൾസ്. ഇത് ഈക്വൽസ് ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ട ബേസിക് അതാണ്. ഈ പ്ലസ് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. മൈനസ് ആകുമ്പോൾ അതെന്തായി മാറും? പ്ലസ് ആയി മാറും. ഡിവിഷൻ ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി വരും. ഈ ഒരു റൂളാണ് നമ്മൾ മെയിനായിട്ട് മാത്സിന് ഓർമ്മിക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. ഇനി ഞാനിവിടെ ഈ 2 മായ്ച്ച് കളഞ്ഞു. ഇവിടെ ഒരു ഡാഷ് വന്നു. ഇവിടെ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്താണ്? ഒരു 4 മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഡിഫൈൻ എക്സ്. എക്സ് എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ഫോം എ ഇക്വേഷൻ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നാലാമത്തെ ഫൈൻഡ് എക്സ്. ഇത്രയും ഒരു 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം എക്സ് എവിടെ കൊടുക്കണമെന്ന്. ഇവിടെ നമുക്ക് അറിയാത്ത ഈ ഭാഗമാണ് നമുക്ക് എന്ത് വരിക? എക്സ് ആയിട്ട് വരിക. അപ്പോൾ എക്സ് + 3 = 5. ഇപ്പം നമുക്ക് എന്തായി? നമ്മൾ എക്സ് കൊടുത്തു, ഇക്വേഷൻ ഫോം ചെയ്തു. എക്സ് + 3 = 5 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താ? കോൺസ്റ്റൻറ്റിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ 3 ആണ് കോൺസ്റ്റൻറ്റ്. ഈ 3 നമുക്ക് 5ൻ്റെ കൂട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ 3 5ലേക്ക് പോകുമ്പോൾ എത്രയും? എക്സ്. ഇവിടെ എന്താ ബാക്കിയുള്ള എക്സ് ആണ്. എക്സ് = ഇവിടെ 5 ഉണ്ട്. ഈ പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ഏതാ കോൺസ്റ്റൻറ്റ്? 3. അപ്പോൾ 5 - 3, 5ൽ നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 2 കിട്ടും. therefore x = 2. അപ്പോൾ നമ്മൾ എക്സ് ഫൈൻഡ് ചെയ്തില്ലേ? അപ്പോൾ ഒരു 4 സ്റ്റെപ്പായിരുന്നു. എന്താ? ആദ്യം ഡിഫൈൻ എക്സ്, എവിടെയാണ് എക്സ് കൊടുക്കേണ്ടതെന്ന് വെച്ചു. പിന്നെ എന്താണ്? നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കറക്റ്റ് ഫോർമുല ഉണ്ടായിരുന്നു. നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ എന്താ വരിക? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുക. അത് നമ്മൾ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോർമുലയിൽ നിന്ന് പിന്നെ എന്ത് വന്നു? കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദെൻ ഫൈൻഡ് എക്സ്. എക്സ് ഫൈൻഡ് ചെയ്തു. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് എക്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്.